അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഫിഖ് പാഠം 333. പെണ്ണുകാണൽ ചടങ്ങിനു വന്ന പുരുഷൻ അവളുടെ മുഖവും മുൻകൈയും മാത്രമേ നോക്കാൻ പാടുള്ളൂ. അത് നോക്കിയാൽ തന്നെ അവന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അതല്ലാത്ത ഭാഗത്തേക്ക് നോക്കാൻ പാടില്ല, അത് ഹറാമാണ്. എന്നാൽ വധു വരനിൽ നിന്ന് ഏതു ഭാഗമാണ് നോക്കാൻ പറ്റുന്നത്? അവൻ്റെ നിസ്കാരത്തിൽ അവന് ഔറത്തായി പറയപ്പെട്ട ഭാഗത്തേക്ക് നോക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ പുരുഷനിൽ നിന്ന് അവൻ്റെ മുട്ട്, പൊക്കിൾ, അവക്കിടയിലുള്ള ഭാഗം, ഇത് അല്ലാത്ത ഭാഗങ്ങളിലേക്ക് സ്ത്രീക്ക് നോക്കാം, അവൾക്ക് കാണുകയും ചെയ്യാം. ചുരുക്കത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കാഴ്ച സ്ത്രീയിൽ നിന്നായാലും പുരുഷനിൽ നിന്നായാലും നിസ്കാരത്തിൽ മറക്കണം എന്ന് ഷർത്തായി പറയപ്പെട്ട ഔറത്തിൻ്റെ ഭാഗം അല്ലാത്തിടത്തേക്കാകണം. അതാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിനു വെച്ചിട്ടുള്ള ഒരു മാനദണ്ഡം. ഫതുഹുൽ മുഈനിൽ കാണും, വസുന്ന നദറു കുല്ലി മിന സൗജൈനി ബഅദൽ അസ്മി അലൽ നിക്കാഹി വഖബ്ലൽ ഖിത്ബത്തി അൽ ആഖറ ഗൈറ ഔറത്തിൻ മുഖററത്തിൻ ഫീ ശുറൂത്തിസ് സ്വലാഹ് ഫയൻദുറു മിനൽ ഹുർറത്തി വജ്ഹഹ വകഫൈഹ وممن بها رق ما عدا ما بين السرة والركبة وهما ينظران منه ذلك. അപ്പോൾ പുരുഷൻ്റെ മുട്ട്, പൊക്കിൾ ഇവക്കിടയിലുള്ള ഭാഗം അല്ലാത്തിടത്തേക്ക് പെണ്ണിന് നോക്കാം, കാണാം. അതിനപ്പുറം നോക്കാൻ പാടില്ല. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ആവശ്യാനുസരണം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. അതാണല്ലോ ശരിയായ വിശ്വാസികളുടെ സ്വഭാവം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു